Welcome dear students, another lecture of is ME 203 Mechanics of Fluids. അതിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ടോപ്പിക്ക് നിങ്ങളുടെ ലാസ്റ്റ് മൊഡ്യൂളാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. മൊഡ്യൂൾ 6th മൊഡ്യൂളിൽ വരുന്ന ഡയമെൻഷണൽ അനാലിസിസ്. അത് ചെറിയൊരു ടോപ്പിക്കാണ്, കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിയറി കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കുറച്ച് തിയറി ഏരിയാസ് വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ കുറച്ച് പ്രോബ്ലം എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ പ്രോബ്ലം ഉള്ള ഏരിയയിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ മുമ്പ് ഇൻട്രൊഡക്ഷൻ പറയാം. ഡയമെൻഷൻ അനാലിസിസ്, നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, അപ്പോൾ എല്ലാത്തിനും ഡയമെൻഷൻ അനാലിസിസ് ഫോളോ ചെയ്യണം. ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡിലുള്ള ഡയമെൻഷൻ തന്നെ ആയിരിക്കും റൈറ്റ് സൈഡിൽ വരുന്ന ക്വാണ്ടിറ്റീസ്, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ദെൻ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മീൻസ് ജനറലി 3 കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലായിട്ട് ബേസിക് ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റീസാണ്. ഇത് യൂസ് ചെയ്തിട്ട് അടുത്ത ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ അതൊരു സിമ്പിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറയുകയാണ്. പിന്നെ ഫണ്ടമെൻ്റൽസ് വരുന്നത് ഫസ്റ്റ് വൺ മാസ്. അപ്പോൾ മാസ് നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്നത് ക്യാപിറ്റൽ എം ആണ്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ലെങ്ത്ത്. ഇതിന് നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്നത് ക്യാപിറ്റൽ എൽ ആണ്. ദെൻ ലാസ്റ്റ് വൺ ടൈം, ഇതിന് ക്യാപിറ്റൽ ടി. ഈ 3 MLT അതാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് മീൻസ് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്തിട്ട് വരുന്ന ക്വാണ്ടിറ്റീസിനെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതൊരു സെക്കൻഡറി ക്വാണ്ടിറ്റീസാണ്. ഇതിനെ നമുക്ക് പ്രൈമറി ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, സെക്കൻഡറി ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ സെക്കൻഡറി ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ മീൻസ് നമുക്ക് വെലോസിറ്റി പറയാം. വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈമാണ്. എത്ര ലെങ്ത് മൂവ് ചെയ്ത് ഡിവൈഡ് ബൈ ഇതിൻ്റെ ടൈമാണ്. ദാറ്റ് മീൻസ് LT⁻⁻1. ഇതേ രീതിയിൽ നമുക്ക് ഫോഴ്സ് പറയാം. മാസ് ഇൻറ്റു ആക്സിലറേഷനാണ്. അപ്പോൾ മാസിനെ ക്യാപിറ്റൽ എം കൊടുക്കാം. ആക്സിലറേഷൻ മീൻസ് LT⁻². അപ്പോൾ ഇതാണ് ഫോഴ്സിന് വരുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റീസിനെ കുറിച്ച് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. വരുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മാസ്, ലെങ്ത്, ടൈം. അപ്പോൾ അതിൻ്റെ സിമ്പൽ കൊടുക്കുന്നത് MLT. അപ്പോൾ ഡയമെൻഷൻസ് എമ്മും എല്ലും ടി എന്ന് തന്നെയാണ്, അത് ഫണ്ടമെൻ്റലാണ്. അടുത്തത് നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് 3-4 ടൈപ്പിലേക്ക് വന്ന് ജോമെട്രിക്കൽ ക്വാണ്ടിറ്റീസാണ്. ഇതിലെ രീതിയിൽ കൊടുക്കാം. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ A നൊട്ടേഷൻ കൊടുക്കുന്ന സിമ്പൽ, വോളിയം V. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് മീൻസ് L². വോളിയം മീൻസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ എല്ലാം ലെങ്ത്താണ്, അപ്പോൾ L³ എന്ന് പറഞ്ഞിട്ട് വരും. കൈനമാറ്റിക് ക്വാണ്ടിറ്റീസ്. കൈനമാറ്റിക് ക്വാണ്ടിറ്റീസ് മീൻസ് മാസ് റിലേറ്റ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസുകളാണ്. അതിന് വെലോസിറ്റി LT⁻⁻1, ആംഗുലർ വെലോസിറ്റി ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ സെക്കൻഡ് മീൻസ് പെർ സെക്കൻഡ് ആയതുകൊണ്ട് T⁻⁻1. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ മീൻസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്ററിന് T⁻². ആംഗുലർ ആക്സിലറേഷൻ മീൻസ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ സെക്കൻഡ് സ്ക്വയറിന് നമുക്ക് എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിൽ വരുമ്പോൾ T⁻². ഗ്രാവിറ്റി ആക്സിലറേഷൻ തന്നെയാണ്. ഡിസ്ചാർജ് പറഞ്ഞാൽ വോളിയം ഡിവൈഡ് ബൈ അതിന് വരുന്ന ടൈമാണ്. വോളിയം മീൻസ് L³ ഡിവൈഡ് ബൈ T⁻⁻1. അതേമാതിരി കൈനമാറ്റിക് വിസ്കോസിറ്റി L² T⁻⁻1. പിന്നെ അടുത്ത ക്വാണ്ടിറ്റീസ് വരുന്നത് ഡൈനാമിക് ക്വാണ്ടിറ്റീസാണ്. ഇതിൽ മാസ് റിലേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസുകളാണ് ഇതിൽ വരുന്നത് ഡൈനാമിക് ക്വാണ്ടിറ്റീസിൽ. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ഡൈനാമിക് ക്വാണ്ടിറ്റീസ് ഫോഴ്സ്. ഫോഴ്സ് മീൻസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ, മാസ് ഇൻറ്റു MLT⁻². വെയിറ്റ് അതേ രീതിയിൽ തന്നെ. ദെൻ സ്പെസിഫിക് വെയിറ്റ് മീൻസ് വെയിറ്റ് ഡിവൈഡ് ബൈ വോളിയം ആണ്. അതേമാതിരി ഡെൻസിറ്റി മീൻസ് മാസ് പെർ വോളിയം, M ഡിവൈഡ് ബൈ L³. അപ്പം ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോയി ML⁻³ ഡൈനാമിക് വിസ്കോസിറ്റി ML⁻⁻1 T⁻⁻1. വർക്ക് മീൻസ് എന്താണ് വർക്ക്? വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ML⁻² ഇൻറ്റു ലെങ്ത്ത് L എന്ന് വരും. ഓക്കെ. ദെൻ എനർജിയും വർക്കും സെയിം തന്നെയാണ്. ദെൻ പവർ മീൻസ് വർക്ക് ഡൺ ബൈ ടൈമാണ്. അപ്പോൾ ഈ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം കൊടുക്കുക. അപ്പോൾ ഡിവൈഡ് ബൈ T എന്ന് വരും. അപ്പോൾ ന്യൂമറേറ്ററിൽ T⁻⁻³ എന്ന് വരും. ദെൻ ടോർക്ക് മീൻസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഫോഴ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, ML⁻² ഇൻറ്റു ഡിസ്റ്റൻസ് L, അപ്പോൾ L² എന്ന് വരും. മൊമെൻറ്റം മീൻസ് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. വെലോസിറ്റി മീൻസ് LT⁻⁻1 ഇൻറ്റു മാസ്, അപ്പോൾ ML⁻⁻1. ഇത്രയാണ് നമുക്ക് എടുക്കുന്നത്. അതിനുള്ള ചെറിയൊരു കാൽക്കുലേഷനാണ് ഇനി അടുത്ത് പറയുന്നത്. രീതിയിൽ നമുക്ക് ചെയ്യാം. ആക്സിലറേഷൻ ചെയ്യാം,
ഡിസ്ചാർജ് ചെയ്യാം, ദെൻ കൈനമാറ്റിക് വിസ്കോസിറ്റി ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ഓരോന്ന് ചെയ്യാൻ സാധിക്കും. ഇന്ന് ഡൈനാമിക് വിസ്കോസിറ്റി മീൻസ് നമുക്ക് ഷിയർ സ്ട്രെസ് ബൈ ഡോ യു ബൈ ഡോ വൈ. അപ്പോൾ ഷിയർ സ്ട്രെസ്സിന് എന്ത് ചെയ്യും, ഫോഴ്സ് ബൈ ഏരിയ ആണ്. ദെൻ ഡോ യു മീൻസ് വെലോസിറ്റി ആണ്, എൽ ഡിവൈഡ് ബൈ ടി, ദെൻ ഡിവൈഡ് ബൈ 1/L എന്ന് വെച്ചാൽ അത് ഡിസ്റ്റൻസ് ആണ് 1/L. അപ്പോൾ എല്ലും ക്യാൻസൽ ചെയ്തു 1/T ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ മാസിന് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കൊണ്ട് മാസിൻ്റെ ആക്സിലറേഷൻ ഡിവൈഡ് ബൈ ഏരിയ ഡിനോമിനേറ്ററിൽ ഡിവൈഡ് ബൈ ടി. അപ്പോൾ മാസിൻ്റെ ആക്സിലറേഷൻ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ മീൻസ് L/T². ദെൻ ഏരിയ L² ഡിവൈഡ് ബൈ ടി. ദാറ്റ് മീൻസ് മാസ് വന്നു, ഇവിടെ L² ഇവിടെ മേലെ വരുമ്പോൾ L1 - 2 ദാറ്റ് മീൻസ് -1. ദെൻ ടീൻ്റെ ഡിനോമിനേറ്റർ മുകളിൽ വരുമ്പോൾ T⁻1 - 2 എന്ന് വരും. അപ്പോൾ ദാറ്റ് മീൻസ് T⁻1 equal to mass into acceleration ml T⁻2. Then power means work done by time. Force into distance divided by time. Force into distance means ml T⁻2 into L divided by T. Momentum mass into velocity. ഇതേ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഓരോന്നിൻ്റെയും അങ്ങനെ ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത് ഹോമോജീനിയസ്, എങ്ങനെയാണ് ഹോമോജീനിയസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളതാണ്. ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷനും റൈറ്റ് സൈഡിലെ ഇക്വേഷനും ഈക്വലായി വരണം. പിന്നെ നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ള അടുത്ത ടോപ്പിക്ക് വരുന്നത് മെത്തേഡ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. ഇപ്പോൾ രണ്ട് രീതിയിലാണ്, രണ്ട് മെത്തേഡുകളാണ് വരുന്നത്, റാലീസ് മെത്തേഡും ദെൻ സെക്കൻഡ് വൺ ബക്കിങ്സ് പൈ തിയറം. ഇപ്പോൾ റാലീസ് മെത്തേഡ് സിമ്പിൾ മെത്തേഡാണ്, ദെൻ ബക്കിങ്സ് പൈ തിയറം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. രണ്ടും തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്, അതല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജനറലായിട്ട് എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത്, അതിൻ്റെ തിയറി ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ റാലീസ് മെത്തേഡിൽ വരുന്നത്, റാലീസ് മെത്തേഡ് മീൻസ് നമുക്കൊരു പാരാമീറ്റേഴ്സിന് അല്ലെങ്കിൽ ഒരു വേരിയബിൾസിനെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വേരിയബിളിൻ്റെ ഒരു ഇക്വേഷനായിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേരിയബിൾസ് മാക്സിമം ഈ റാലീസ് മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് 3-4 മാക്സിമം വേരിയബിൾസ് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കൊരു കൺസിഡർ ചെയ്യാം, x1 x2 x3 xn ആയിട്ടുള്ള ഒരു വേരിയബിൾ ഉണ്ട്. അതിന് x ആയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ x = ഫംഗ്ഷൻ ഓഫ് x1 x2 x3 xn. ദെൻ ആ ഇക്വേഷൻ നമ്മൾ ക്യാപിറ്റൽ x = സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഓരോ വേരിയബിൾസിന് x1 റേസ് ടു പവർ a എന്ന് കൊടുക്കുക, x2 റേസ് ടു പവർ b, ഓരോന്നിനും പവേഴ്സ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതിന് ഓരോ c വാല്യൂസിന് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിന് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാം. ABCD വരെയുള്ള ഡിഫറെൻറ്റ് പവേഴ്സിന് എന്ത് ചെയ്യുക, ആർബിട്രറി പവേഴ്സ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ വേരിയബിൾസും റൈറ്റ് സൈഡിലെ വേരിയബിൾസിനും ഡയമെൻഷനിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓരോന്നും ഡയമെൻഷനും വെച്ച് കൊടുക്കാം. ലെഫ്റ്റ് സൈഡിലെ വാല്യൂസിന് ഡയമെൻഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള MLT കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൊടുക്കുക, റൈറ്റ് സൈഡിലും കൊടുക്കുക. എന്നിട്ട് ഈ പവേഴ്സിനെ ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ അതിന് ഒരു ഇക്വേഷൻ നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് സിമ്പിൾ പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഡ്രാഗ് ഫോഴ്സ് ഓൺ എ സ്മൂത്ത് സ്ഫിയർ ഓഫ് ഡയമീറ്റർ D എന്നിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഡ്രാഗ് ഫോഴ്സ് F ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല, ക്യാപിറ്റൽ Xന് പകരം F ആണ് വരുന്നത്. ദെൻ അതിൻ്റെ ഡയമീറ്റർ D, ദെൻ മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി dV, ദെൻ ഫ്ലൂയിഡ് ഡെൻസിറ്റി ρ, ദെൻ ഡൈനാമിക് വിസ്കോസിറ്റി μ. ഇത്ര വേരിയബിൾസ്. ദാറ്റ് മീൻസ് കൂടുതൽ വേരിയബിൾ വന്നു കഴിഞ്ഞാൽ റാലീസ് മെത്തേഡ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ 4-ൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് ഈ ഏരിയയിൽ ഡിസ്കസ് ചെയ്യാം. കാരണം നമുക്ക് 3 അൺനോൺ വെച്ച് നമുക്ക് 3 ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം 3 ഇക്വേഷൻ വരുന്നത് മാസ്, ലെങ്ത്, ടൈം ഡിപ്പെൻഡ് ചെയ്തുള്ള 3 ഇക്വേഷൻ വരും. അതിൻ്റെ പവേഴ്സ് വെച്ചിട്ടുള്ള ഇതിൻ്റെ 3 വേരിയബിൾസ് വെച്ചിട്ടാണ് ഈ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ 3 ഇക്വേഷനും 4-5 കൂടുതൽ വേരിയബിൾസ് വരികയാണെങ്കിൽ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ 3 ഇക്വേഷൻ 3 അൺനോണാണ് സോൾവ് ചെയ്യാം. ചിലപ്പോൾ 4 എണ്ണം വരികയാണെങ്കിൽ സോൾവ് ചെയ്യാം. പക്ഷേ 4 കൂടുതലാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. ഡ്രാഗ് ഫോഴ്സ് F = അതൊരു ഫംഗ്ഷൻ ഓഫ്, ഈ F മീൻസ് അതൊരു ഫംഗ്ഷൻ ഓഫ് ഏതിൻ്റെയൊക്കെ ഫംഗ്ഷനാണ്, ഡീൻ്റെ ഫംഗ്ഷനാണ്, വെലോസിറ്റി V ഫംഗ്ഷനാണ്, ദെൻ റോ അതിൻ്റെ വേരിയബിളാണ്, ദെൻ മ്യൂ. ഓക്കെ, 4 വേരിയബിൾസ് ഉണ്ട്. ആ 4 വേരിയബിൾസ് ഉൾക്കൊള്ളുന്നതാണ് ഡ്രാഗ് ഫോഴ്സ് എന്നുള്ളത്. അപ്പോൾ ഡ്രാഗ് ഫോഴ്സ് = എന്ത് ചെയ്യുക, ഈ ഫംഗ്ഷൻ F മാറ്റിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് C എന്ന് കൊടുത്തു. C × D, ഫസ്റ്റ് വേരിയബിൾ D ആണ്, അതിൻ്റെ പവർ A, ഇവിടെ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിൽ. ദെൻ വെലോസിറ്റി V⁻B, ρ⁻C, μ⁻D. ഇനി എന്ത് ചെയ്യണം, ഡയമെൻഷൻ നമ്മൾ ചെക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ടുള്ളത് MLT⁻2 - 2 ആണ്. അപ്പോൾ C അതാണ് അതിൻ്റെ കോൺസ്റ്റൻറ്റ്.
ദെൻ സെക്കൻഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഡയമീറ്ററാണ്. ഡയമീറ്ററിന് അതിന് എൽ എന്ന് പറഞ്ഞ് കൂടെ കൊടുക്കാം. ദറ്റ് മീൻസ് ലെങ്ത് ആണ്. നെക്സ്റ്റ് വൺ അതിൻ്റെ വെലോസിറ്റിയാണ് LT⁻⁻1. അപ്പോൾ L⁻A LT⁻⁻1 ബി. ദെൻ അടുത്ത് കൊടുത്തിട്ടുള്ളത് ഡെൻസിറ്റിയാണ്, മാസ് പെർ വോളിയാണ്. അപ്പോൾ ML T⁻³ അടുത്തത് നമുക്ക് ഡൈനാമിക് വിസ്കോസിറ്റിയാണ്, ML⁻⁻1 T⁻⁻1 D. ഇനി എന്താ ഓരോന്നിൻ്റെയും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മാസ് വരുന്ന റെസ്പോണ്ടിങ് റൈറ്റ് സൈഡ് മാസ് ഏതാ വരുന്ന നോക്കുക. അതിൻ്റെ പവേഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ പവേഴ്സ് എമ്മിൻ്റെ പവേഴ്സ് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ എമ്മിൻ്റെ പവർ ഇവിടെ 1 ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എമ്മിൻ്റെ പവേഴ്സ് ലെഫ്റ്റ് സൈഡിൽ 1 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യണം, ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എമ്മിൻ്റെ പവർ 1 വരണം. അപ്പോൾ ഇവിടെ നോക്കുക, സിയിൽ ഇവിടെ ഒന്നും എം ഇല്ല, ഇവിടെ എം ഉണ്ട്. എമ്മിൻ്റെ പവർ 1 ആണ്. 1 × C. അപ്പോൾ C പ്ലസ് അടുത്തത് ഇവിടെ 1 × D പ്ലസ് D. C + D = 1. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കിട്ടി. അടുത്ത സെക്കൻഡ് വേരിയബിൾ L ആണ്. അപ്പോൾ എല്ലിൻ്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. എല്ലിൻ്റെ പവേഴ്സ് ലെഫ്റ്റ് സൈഡിൽ എല്ലിൻ്റെ പവർ 1 ആണ്. 1 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എല്ലിൻ്റെ പവർ ഇവിടെ A വന്നു, A പ്ലസ് അടുത്തത് എല്ലിൻ്റെ പവർ 1, അതിൻ്റെ പവർ B ആണ്. അപ്പോൾ B, A + B. അടുത്തത് L -3C ആണ്, -3C. അടുത്തത് L -1 × D ആണ്, -1⁻D ആണ്. അപ്പോൾ -D എന്ന് വരും, -D. അപ്പോൾ അടുത്ത ഇക്വേഷൻ കിട്ടി. അടുത്തത് എന്ത് ചെയ്യണം, മൂന്നാമത്തെ വേരിയബിൾ നമുക്കുള്ള T⁻2 ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടീൻ്റെ പവർ -2 ആണ്. ലെഫ്റ്റ് സൈഡ് -2 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ടീൻ്റെ ഇവിടെ പവേഴ്സ് ഇല്ല, ഇവിടെ T-1⁻B. അപ്പോൾ -B T⁻⁻1 × D -D എടുത്തു. ഈ 3 വേരിയബിൾസ് 3 ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് വേരിയബിൾസ് ഏതൊക്കെയുണ്ട്, 4 വേരിയബിൾസും ഉണ്ട്. അപ്പോൾ ചില ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ അതിന് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒന്നിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഡീൻ്റെ ഫംഗ്ഷൻ ആയിട്ട് എല്ലാത്തിനും എഴുതാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യാം, നമ്മൾ റീഅറേഞ്ച് ചെയ്ത് C = 1 - D എന്നാൽ സെക്കൻഡ് ഇക്വേഷൻ. തേർഡ് ഇക്വേഷൻ എന്ത് ചെയ്തു, B = 2 - D എന്ന് പറഞ്ഞ ഇക്വേഷൻ ചെയ്തു. ഇനി എന്ത് ചെയ്യും, ഈ 2 വാല്യൂസും നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ 1 - D + 3C + D എന്ന് കിട്ടും. അത് ഈക്വൽ ടു എന്നിട്ട് പറഞ്ഞാൽ ഈ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ നമുക്ക് 2 - D എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം, എല്ലാത്തിനെയും ഈ ഇക്വേഷനിൽ Dയിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി, ഓരോന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. സിൻ്റെ വാല്യൂ കിട്ടി, ബീൻ്റെ വാല്യൂ കിട്ടി, ഓൾറെഡി D എന്ന വാല്യൂ. ഇനി എന്ത് ചെയ്യാം, ഇക്വേഷനിലേക്ക് നോക്കാം. F = C constant × D⁻A V⁻B ρ⁻C then μ⁻D. ഇങ്ങനെയായിരുന്നു നമുക്ക് ഇക്വേഷൻ കിട്ടിയിരുന്നത്. ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് C × D⁻A എന്ന് കൊടുക്കണം. അപ്പോൾ എൻ്റെ വാല്യൂ 2 - D ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V⁻B ആണ്, ബീൻ്റെ വാല്യൂ നോക്കാം, B 2 - D ആണ്, 2 - D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ρ⁻C മീൻസ് 1 - D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. μ⁻D. അപ്പോൾ എല്ലാത്തിൻ്റെ വാല്യൂ Dയിലോട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഡീൻ്റെ ടേം എല്ലാം ഒന്നും ഡീൻ്റെ ടേം അല്ലാത്തത് മാറ്റിയും വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് F = C × D⁻2 കൊടുക്കുക, V⁻2 then ρ⁻1 അതൊരു വാല്യൂ ആയിട്ട് എടുത്തു. ബ്രാക്കറ്റിൽ D⁻−D V⁻−D ρ⁻−D μ⁻D എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ടേം മീൻസ് ഇത് താഴെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് താഴെയായിട്ട് എഴുതാം. അപ്പോൾ F = C × ρ⁻D² V² ഇൻറ്റു μ/ρVD ρVD⁻D ആയിരിക്കും വാല്യൂ വരുന്നത്. അപ്പോൾ ഡീൻ്റെ വാല്യൂ എന്ത് ചെയ്യാം, നമുക്ക് 4 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4 ഇക്വേഷൻ കിട്ടും. അതാണ് നമുക്ക് പ്രൂവ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതല്ലെങ്കിൽ അത് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 വാല്യൂ കിട്ടും. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മളൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്.